ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ചരിത്ര നേട്ടത്തിലൂടെ ഇന്ത്യയ്ക്ക് അഭിമാനമായി ശുഭാംശു ശുക്ല. ആക്സിയം 4 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായി സംശയം തോന്നിയാൽ അധ്യാപകർക്ക് ബാഗുകൾ സഹിതം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോ ടു ഡ്രഗ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും അക്കാദമി വിശിഷ്ടാംഗത്വം. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി UPSC. വാർത്തകൾ വിശദമായി. ചരിത്ര നേട്ടത്തിലൂടെ ഇന്ത്യയ്ക്ക് അഭിമാനമായി ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായ ശുഭാംശു ശുക്ല അടക്കമുള്ള 4 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ യാത്രികൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻശു. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻശു ശുക്ല ആക്സിയം 4 ദൌത്യത്തിന്റെ മിഷൻ പൈലറ്റാണ്. 14 ദിവസത്തെ പര്യവേഷണത്തിനായാണ് ആക്സിയം 4 ദൌത്യ സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അപകട സാധ്യത കണക്കിലെടുത്ത് നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി ജില്ലയിലെ പൊന്മുടി, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളും കണ്ണൂരിലെ പഴശ്ശി ഡാം, പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം, തൃശൂർ പെരിങ്ങൽകുത്ത് തുടങ്ങിയവ തുറന്നിട്ടുണ്ട്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് നാളെ രാവിലെ തുറക്കും. കോഴിക്കോട് കക്കയം ഡാമിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ജില്ലയിലെ മിക്ക നദികളും കരകവിഞ്ഞ് ഒഴുകുന്നു. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ വിനോദസഞ്ചാരത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ്. ഇന്നലത്തെ ശക്തമായ മഴയിൽ ബേലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തികൾ തകർന്നിരുന്നു. അതിനാൽ ഇന്ന് രാവിലെ മുതൽ ബേലി പാലത്തിൽ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറുകരയിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും NDRFും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്ഥലത്തെത്തിയ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിലെ 6 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ദുരന്ത മേഖലയിലെ ആളുകളുടെ പേരിൽ കേസെടുത്തതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 28-ന് INTUC കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിൽ വൈകുന്നേരത്തോടെ മഴയ്ക്ക് നേരിയ ശമനം. പ്രധാന നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്ന അളവിൽ തുടരുകയാണ്. മുല്ലപ്പെരിയാറിൽ 134.15 അടിയും ഇടുക്കിയിൽ 2356.06 അടിയുമാണ് ജലനിരപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് വൈകുന്നേരം വരെ തുടർന്ന മഴയിൽ ജില്ലയിലെ പ്രധാന നദികളെല്ലാം നിറഞ്ഞൊഴുകി. തൊടുപുഴ, മൂവാറ്റുപുഴയാർ, മുതിരപ്പുഴയാർ, കാളിയാർപുഴ, പെരിയാറിന്റെ ഭാഗമായ ഉപ്പുതറച്ചപ്പാത്ത്, പനങ്കൂട്ടി എന്നിവിടങ്ങളിലെല്ലാം പുഴ കരകവിഞ്ഞു. തീരത്തെ ഏതാനും കെട്ടിടങ്ങളിലും ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിലും വെള്ളം കയറി. തുടർച്ചയായ മഴയിൽ ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 135 അടിയിലേക്കെത്തി. റൂൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ പാതി പിന്നിട്ടു. അതേസമയം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാമ്പള, ലോവർ പെരിയാർ, മലങ്കര എന്നീ ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. മലപ്പുറം ജില്ലയിലും വ്യാപക മഴ തുടരുകയാണ്. മലയോര തീരദേശ മേഖലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
പ്രധാന നദികളായ ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടിപ്പുഴകൾ കര കവിയാവുന്ന സ്ഥിതിയിലാണ്. കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ സാധ്യതയടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ജില്ലയിലെ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. നിലമ്പൂർ മലയോര മേഖലയിലൂടെ അടക്കമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തീരമേഖലയിലും മഴ കനത്തോടെ കെടുതികൾ രൂക്ഷമായി. കടൽക്ഷോഭം ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പൊന്നാനി അടക്കമുള്ള തീരപ്രദേശത്ത് താമസിക്കുന്നവരോട് ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ തുടരുന്നു. ഇന്നലെയും ഇന്നുമായി 4 വീടുകൾ തകർന്നു. കടലിൽ വീണ് ഒരാളെ കാണാതായിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴയുടെ തീവ്രത രൂക്ഷമാണ്. ശക്തമായ കടലേറ്റവും അനുഭവപ്പെടുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ട സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ വിലയിരുത്താൻ എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് മൂവാറ്റുപുഴയിലെയും തൊടുപുഴയിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടത്. കനത്ത മഴയിൽ ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകുന്നേരം 3:30 സ്പീക്കർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് സംശയം തോന്നിയാൽ അധ്യാപകർക്ക് ബാഗുകൾ സഹിതം പരിശോധിക്കാമെന്നും ഒരു സമിതിയും അതിന് എതിരാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നോ ടു ഡ്രഗ് 5ാംഘട്ട പരിപാടിക്കും സംസ്ഥാനത്ത് തുടക്കമായി. കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട രക്ഷകർത്താക്കൾ ലഹരിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏടാച്ചേരി രാമചന്ദ്രനുമാണ് അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, PK ഗംഗാധരൻ, KEN, മല്ലിക യൂനീസ് എന്നിവർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. GR ഇന്ദുഗോപന്റെ ആനോ മികച്ച നോവലായും അനിത തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പിനാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം. മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം V ഷിനിലാലിന്റെ ഗരിസഭ അരുവി അഥവാ ഒരു ജലയാത്രയ്ക്ക് ലഭിച്ചു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. നിതിൻ അഗർവാൾ, റാവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ഇന്ന് ചേർന്ന UPSC യോഗമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 4 പേരിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ 4ാമനായിരുന്ന മലയാളി മനോജ് എബ്രഹാമിന്റെ പേര് UPSC പരിഗണിച്ചില്ല. ഈ മാസം 30-നാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കത്തിൽ പറയുന്നു. ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങളും കൊടികളുമാണ് ഇത്തരം പരിപാടികളിൽ ഉണ്ടാകേണ്ടതെന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന തീരുമാനം ഗവർണർ കൈക്കൊണ്ടതോടെയാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് അടുത്ത മാസം 8-ന് സ്വകാര്യ ബസ് സമരം. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത കണക്കിലെടുത്ത് മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവർ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അഖില ലോക അയ്യപ്പ ഭക്തരുടെ സംഗമം സെപ്റ്റംബർ ആരംഭത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പ്രശസ്ത വ്യക്തികളും സംഗമത്തിൽ പങ്കാളികളാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര നേട്ടത്തിലൂടെ ഇന്ത്യയ്ക്ക് അഭിമാനമായി ശുഭാംശു ശുക്ല. ആക്സിയം 4 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായി സംശയം തോന്നിയാൽ അധ്യാപകർക്ക് ബാഗുകൾ സഹിതം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോ ടു ഡ്രഗ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കം.
2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് അക്കാദമി വിശിഷ്ടാംഗത്വം. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി UPSC. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.